അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇന്ന് വോട്ട് ചെയ്യാൻ പോകണം. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അങ്ങനത്തെ കുറെ എന്താ പറയാ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പള്ളിയൊക്കെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ പപ്പടം പൊരിക്കാൻ വന്നപ്പോൾ പപ്പടക്കോലിന്റെ ഒക്കെ ഷേപ്പ് ഉണ്ടെങ്കിൽ അപ്പം ഇതിവിടെ തല്ലാനും പിന്നെ നമ്മുടെ തേങ്ങ ഓട്ട കുത്താനൊക്കെ എടുക്കുന്ന സാധനമാണ് കേട്ടോ. കുട്ടികളും വാപ്പയൊക്കെ എടുക്കും. അപ്പൊ എന്താ പറയാ, അത് ഞാൻ കഷ്ടപ്പെട്ട് നിവർത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പപ്പടം പൊരിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബീഫ്, മോരുകറി, ചോറ്, പപ്പടം അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ഹർഷാക്കിന് അങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹർഷാക്ക് മാത്രമാണ് ഇവിടെ മെയിൻ ആയിട്ട് ബീഫ് കഴിക്കുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ മെല്ലെ മെല്ലെയാണ്. ബാക്കിയൊക്കെ ചിക്കൻ പ്രേമികളാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പപ്പടം പൊരിയാണ് കേട്ടോ. ഫൈനലായിട്ടുള്ള പണിയാണ്, വേറെ ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് രാവിലെയൊക്കെ പോയാൽ ഭയങ്കര തിരക്കാവുമല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു വെയിലുള്ള സമയത്ത് പോകുന്നു. അപ്പം പെട്ടെന്ന് വോട്ട് ചെയ്ത് വരാന്ന് വിചാരിച്ചിട്ടോ. നമ്മളിവിടെ അടുത്ത എന്താ പറയാ സ്ഥലത്ത് തന്നെയാണ് വോട്ടിംഗ് ബൂത്തൊക്കെ വരുന്നത്. ജയാന്റെ സ്കൂളിലാണ് കേട്ടോ. അപ്പൊ കുട്ടികളൊന്നും കൊണ്ടുപോകാതെ ഞാനും വർഷക്കും കൂടെ ഒറ്റക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മുടെ പള്ളിക്ക് ജുമക്ക് വയറൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അർഷാക്കും സയാനും ഒരുമിച്ചല്ല പള്ളിയിൽ പോകട്ടോ. സയാന് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ കൂടെ പോവാ. പിന്നെ അർഷാക്ക് പണിയുടെ ഇടയിൽ നിന്ന് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്യാം. അപ്പൊ ഇന്ന് എന്താ സയാന് വലിയക്കാന്റെ കൂടെയാണ് പോയത്. കുട്ടികളൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും പള്ളിയിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കാറ്. മാക്സിമം നമ്മളെല്ലാ നേരവും ഫുഡ് കഴിക്കണത് ഒരുമിച്ചാക്കാൻ നോക്കാറുണ്ട്. അതാണല്ലേ ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ ഇറങ്ങൂല കേട്ടോ. അപ്പൊ ഇസുവിന് ഇങ്ങനെ കഴിക്കൊണ്ട് ഒറ്റയ്ക്ക് വാരി തിന്നാനും പെട്ടെന്ന് പടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മെക്സിന്റെ മേലെ കുറച്ചല്ല ഒരു പർദ്ദ എടുത്തിട്ടിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആവണമെങ്കിൽ നമ്മുടെ പർദ്ദയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുക. അപ്പൊ നമ്മളിത് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ ഇന്നലെ നമ്മുടെ പെരുന്നാളുടെ ബാക്കി മൈലാഞ്ചി കണ്ടപ്പോൾ വെറുതെ കുത്തി വരച്ചതാണ്. അപ്പൊ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കളർ വെച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയ ചെറുക്കൻ അവിടെ നിർത്താൻ പറ്റിയില്ല. ഓന് എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കേട്ടോ. ഓനും ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ ജയാന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കാർമണ്ണ സ്കൂളാണ് കേട്ടോ. നമ്മുടെ വീട് ചെപ്പശ്ശേരിയാണ്. അങ്ങനെ ഇതാണ് ജയാന്റെ സ്കൂള്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. നമ്മുടെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ നമ്മുടെ ചെക്കനൊരു കസാരയൊക്കെ കിട്ടിട്ടോ. എല്ലാവരും നിൽക്കുമ്പോൾ മാത്രം ഇരിക്കണം. ക്യൂ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നില്ല. ഉച്ചക്കായതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. കേസ് കണ്ടോ, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ സിപ്പപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിട്ടോ. അപ്പം ചെക്കനെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇസുദേ കരച്ചിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. കറിയൊന്നുമില്ല, വെറുതെ ആക്ഷനാണ്. ഇപ്പൊ തെറ്റിക്കാണ് ആള്. പക്ഷെ ഐസ് കിട്ടിയപ്പോഴത്തേക്കിനും തെറ്റൊക്കെ മറന്ന് ഞങ്ങൾ ഐസ് ഊരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ചൂടത്ത് സിപ്പപ്പ് നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ പിന്നെ നമ്മളൊരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. ലൈവായിട്ട് ഇങ്ങനെ ജിലേബിയൊക്കെ പൊരിക്കും, ലഡു ഒക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്തു എന്ന് വിചാരിക്കണം. അപ്പൊ വോട്ട് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ ഗൈസ്. അപ്പം എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണും കേട്ടോ. അപ്പൊ അതൊരു എല്ലാവർക്കും ടാറ്റാ.